ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നമ്മിലുള്ള പുതുക്കത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളുടെ അവസാന 3 നാളുകളിൽ എത്തി നിൽക്കുന്ന നാം, പരിശുദ്ധാത്മാവാം ദൈവം നമ്മിലുണ്ട് എന്ന നല്ല അറിവോടും വിശ്വാസത്തോടും ഈ ദിവസങ്ങളിലായിരിക്കുവാൻ നമ്മിലുള്ള ആത്മാവാം ദൈവത്തിന് നമ്മുടെ ആയുസ്സിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യിക്കുവാനുണ്ട് എന്ന നല്ല ബോധ്യത്തിൽ ആ ആത്മാവിൻ്റെ തേജസ്സിൻ്റെ പുതുക്കത്തിനായി ആഗ്രഹത്തോടും പ്രതീക്ഷയോടും ഈ ദിവസങ്ങളിലായിരിക്കുവാൻ ശ്രമിച്ചവർക്കും ഇനി ശ്രമിക്കുന്നവർക്കും വിശുദ്ധ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ഞായറിൽ പ്രാർത്ഥനയോടും തയ്യാറെടുപ്പോടും വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനും അവൻ നൽകുന്ന ആത്മീക ദാനങ്ങൾ നമ്മിൽ നിന്ന് ധാരാളം ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ആ നല്ല നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഗുണങ്ങൾ നമ്മെ ആത്മീക വരങ്ങളിലേക്കും നയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് നൽകുന്ന വരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആത്മാവ് പല ആളുകളെ പല വിധത്തിലുള്ള വരങ്ങൾ നൽകി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് നാം കാണുന്നു. ആദിമ നൂറ്റാണ്ടിൽ അവൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർ, പ്രവാചകർ, പ്രബോധകർ, അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, ഉപദേശകർ, അധ്യാപകർ, നേതൃത്വം നൽകുന്ന ആളുകൾ, അവരെ സഹായിക്കുന്ന സഹായികൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ അന്നും ഇന്നും പലരെയും ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ദാനങ്ങളും വരങ്ങളും അത് വ്യത്യസ്തമുള്ളതാണെങ്കിലും ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന നാം ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ വരങ്ങൾ വ്യത്യസ്തരായ ആളുകൾക്ക് കൊടുക്കുന്ന ഏകദാതാവ് പരിശുദ്ധാത്മാവ്. നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. ആത്മാവിൻ്റെ നിശ്ചയമനുസരിച്ച്, നമ്മുടെ ദാഹമനുസരിച്ച്, നമ്മുടെ പ്രവൃത്തികൾക്കും ചിന്തയ്ക്കുമനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വരങ്ങൾ നൽകുന്ന ദൈവത്തിൻ്റെ ആ നല്ല സമയത്തിനായി നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും മറ്റുള്ളവരുടെയും പൊതു നന്മയ്ക്കായിട്ട് വരങ്ങൾ ഉപയോഗിക്കാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സൗജന്യമായി ലഭിച്ച വരങ്ങൾ സൗജന്യമായി ഉപയോഗിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർ. വരങ്ങൾ ലഭിക്കുന്ന വ്യക്തി മനസ്സിലാക്കണം, ഇതൊരു അവകാശമല്ല, കഴിവിൻ്റെ ഫലമല്ല, തൻ്റെ യോഗ്യതയുമല്ല, മറിച്ച് ഒരു ദാനം മാത്രമാണ് എന്ന്. ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കാൻ തയ്യാറാകേണ്ട നാം ഓരോരുത്തരും ജീവിക്കുന്ന സാക്ഷികളായി നാം തീരണം എന്നാഗ്രഹിക്കുന്ന നമ്മിൽ വസിക്കുന്ന ആത്മാവാം ദൈവം, എൻ്റെ ദാനമാകുന്ന സമ്പത്തുകൾ കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കുമ്പോൾ ആ ദാനങ്ങൾ നിന്നിൽ നിന്നും ഫലങ്ങളായി നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് നമ്മളോട് പറയുന്ന പരിശുദ്ധാത്മാവാം ദൈവം, മറ്റുള്ളവർക്ക് ആ നല്ല ഫലങ്ങൾ നമ്മിൽ നിന്ന് ലഭിക്കുമ്പോൾ ആത്മാവാം ദൈവത്തിൻ്റെ സ്നേഹം, സന്തോഷം, സമാധാനം അവരിൽ നിറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ജീവിക്കുന്ന സാക്ഷികളായി നമ്മെ മാറ്റുന്ന ദൈവം. പെന്തക്കോസ്ത് പെരുന്നാളിനായി ഒരുങ്ങുന്ന നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ കൂടുതലായി അനുഭവിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തയ്യാറെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.